ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശാപം ഫലിച്ചാലും ഇല്ലെങ്കിലും കളരിക്കൽ വീട്ടിൽ വെച്ച് ഗാഥാ ശ്രീനിവാസ് കൊല്ലപ്പെട്ടിരിക്കും. അതിലാർക്കും സംശയം വേണ്ട. ഈ കുടുംബത്തെ കാത്തല്ലോ. മോളെ കീർത്തി, അമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഇന്നേരം വരെ അമ്മ എന്നോട് എന്താ പറഞ്ഞോണ്ടിരുന്നേ? നാഗത്തറയിലേക്ക് ഗാഥ എത്തുന്ന നിമിഷം സർപ്പശാപം ഫലിക്കുന്നല്ലേ? നാഗങ്ങൾ അവളെ കൊത്തി വീഴ്ത്തുന്നല്ലേ? എന്നിട്ടോ നാഗദൈവം പ്രത്യക്ഷപ്പെട്ടു. അവരെ രണ്ടുപേരെ അനുഗ്രഹിച്ചു. അവിടെ നിന്നോടെയൊക്കെ മുഖത്ത് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചതുപോലെയായിരുന്നു. നഷ്ടം ആർക്കാ? എനിക്ക് മാത്രമല്ലേ? ഇനി അവരുടെ വിവാഹത്തിനെന്താ തടസ്സം? അത് ഭംഗിയായിട്ട് നടക്കും. അവര് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാലേ എന്നെ പിന്നെ ആരും ജീവനോട് കാണില്ല. ഇപ്പൊ തന്നെ ശാപം ഫലിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇനി അമ്മ ഓരോ കള്ളക്കഥകൾ പറയണ്ട. പറയും. വാമദേവൻ തിരുമേനി പറഞ്ഞത് പൂർണ്ണമായും ഓർക്കാത്തതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞേ? നവീന്റെ താലി ഗാഥയുടെ കഴുത്തിൽ വീഴുമ്പോഴാണ് അവള് ശാപത്തിന് ഇരയാവുന്നേന്ന്. ഇപ്പൊ നടന്നത് താലികെട്ടാണോ? അതിനു മുമ്പുള്ള ചടങ്ങല്ലേടി മോളെ. പിന്നെ എന്തിനാ ഇങ്ങനെ വേവലാതി കാണിക്കുന്നത്? ആ, അത് ശരിയാണ് മോളെ. ഗാഥ ഇപ്പൊ നവീന്റെ ഭാര്യ ആയിട്ടില്ലല്ലോ. ശാപം നവീന്റെ ഭാര്യ ആകുന്ന പെൺകുട്ടിക്കല്ലേ? അങ്ങനെ നോക്കുമ്പോ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. മോള് വെറുതെ ടെൻഷൻ ആവണ്ട. അച്ഛാ, എത്ര നാളായി ഞാനിങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു. നവീനെ കുറിച്ചുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ കൊത്തിവെച്ച് തന്നത് നിങ്ങളാ. ഞാൻ വളരുന്നതിനോടൊപ്പം ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വലുതാക്കി വലുതാക്കി കൊണ്ടുവരായിരുന്നു. കാണുന്നവർക്ക് ചിലപ്പോ എനിക്ക് ഭ്രാന്താണെന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ ഇത്ര ഭ്രാന്തമായിട്ട് സ്നേഹിച്ചു പോയി അതുകൊണ്ടാ. എപ്പോഴും നീ പറയാറില്ലേ നവീനെ സ്വന്തമാക്കാൻ നീ എന്തിനും തയ്യാറാണെന്ന്? കുറച്ച് കാത്തിരിക്കാൻ വേണ്ടി മാത്രമേ അമ്മ പറയുന്നുള്ളൂ. നോക്ക്, തിരുമേനി പറഞ്ഞ ശാപകഥ പോലെ അവൾ അവസാനിച്ചിട്ടില്ലെങ്കിൽ അവളെ അവസാനിപ്പിക്കാനുള്ള മാർഗമൊക്കെ അമ്മ നോക്കിക്കോളാം. ചത്ത് വീണാലും ശാപമാണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയാമല്ലോ. അതിനെക്കുറിച്ച് അന്വേഷണവും വരില്ല. നിർമ്മലേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചിന്തിക്കല്ലേ. ഇങ്ങനെ കൊല്ലുക കൊല്ലുക എന്ന് നീ പറയുന്ന കേൾക്കുമ്പോ സത്യം പറഞ്ഞ എന്റെ ഉള്ളം കാലിന്നൊരു വിറയല. അത്ര മനക്കെട്ടിയില്ലാത്തവരൊന്നും കേൾക്കണ്ട. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശാപം ഫലിച്ചാലും ഇല്ലെങ്കിലും കളരിക്കൽ വീട്ടിൽ വെച്ച് ഗാഥാ ശ്രീനിവാസ് കൊല്ലപ്പെട്ടിരിക്കും. അതിലാർക്കും സംശയം വേണ്ട. ഭാര്യയെ നഷ്ടപ്പെട്ട നവീന് ആശ്രയമാകുന്നത് എന്റെ മോളായിരിക്കും. എന്നേക്കും അവന്റെ കൂടെ ജീവിക്കാൻ. എനിക്ക് പറ്റുന്നില്ലമ്മേ. സങ്കടം കൊണ്ട് ഞാൻ ചിലപ്പോ ചത്തുപോകും.
ഒരിക്കലുമില്ല. നിന്റെ കണ്ണീര് ഇനി അധികം കാലത്തേക്ക് ഉണ്ടാവില്ല. മാഡത്തിന് ഇപ്പോ ലൈനിൽ കിട്ടില്ല. ഷീ ഈസ് ബിസി വിത്ത് ഫാമിലി ഫംഗ്ഷൻ. ഷുവർ സർ. ആ, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ. ഗാഥ മാഡം പോയില്ലേ? ഇല്ല, ചടങ്ങുകളൊക്കെ കഴിയട്ടെ, ഒന്നിച്ചു പോവാം. മാഡം, ഇത് അപകടമാ. ഇവിടെ ഞാനുണ്ടല്ലോ. ഗാഥ മാഡം പ്ലീസ്. എന്തുറ്റി? ചടങ്ങുകൾ കഴിഞ്ഞപ്പോ ക്ഷീണിച്ചു പോയോ? ഇല്ല. തന്റെ മുഖത്തെന്തോ സന്തോഷക്കുറവ് പോലെ. എന്റെ എക്സ്പെക്ടേഷൻ കൊണ്ട് എനിക്ക് തോന്നുന്നാണോ? ആയിരിക്കും. ചടങ്ങിലിരുന്നപ്പോ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആരെങ്കിലും കളിയാക്കൊന്ന് ഓർത്തിട്ടാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നേനെ. കവിളില് മഞ്ഞളുണ്ട്. എടോ വേണ്ട, ഞാൻ തുടച്ചുതരാം.